ഹലോ ഗെയ്സ്, അപ്പോൾ നമ്മൾ ഇന്നൊരു എൻഗേജ്മെന്റ് ഹാമ്പറിന്റെ നമ്മൾ പണിപ്പൂരിലാണ് ഗെയ്സ്. നമുക്കൊരു വർക്ക് വന്നതായിരുന്നു. നമ്മൾ കുറച്ച് സാധനമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഇന്നലെ നൈറ്റാണ് നമുക്ക് കംപ്ലീറ്റ് പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലോട്ട് വന്നത്. അപ്പോൾ നൈറ്റാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഫുഡ് ഡ്രോപ്പ് ആയിരുന്നത് കസ്റ്റമറിന്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന ബാലൻസ് കൊണ്ട് തന്ന പീസാണ്. പിന്നെ അത് ഈ ബോക്സ് വരുന്നത് നമുക്ക് നട്ട്സ് ഒക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു ബോക്സ് ആണ്. സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ തെർമോക്കോൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നേ ഉള്ളൂ. പിന്നെ ഈ ബോങ്കറ്റ് നമ്മൾ നൈറ്റ് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിന് ബോങ്കറ്റ് ഷീറ്റ് ഒക്കെ കൊടുത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്താൽ മതി. ഈ ഹാമ്പർ ചെയ്തപ്പോൾ എനിക്ക് നല്ലൊരു മുട്ടം പണി കിട്ടി ഗൈസ്. വേറെ ഒന്നുമല്ല, ഈ ഹാമ്പർ അവർ ഓർഡർ ചെയ്തപ്പോഴത്തേക്കും പറഞ്ഞ അവർ പ്രൊഡക്റ്റ് എല്ലാം വാങ്ങിച്ചു തരാം, അതായത് ഹാമ്പേഴ്സ് ഉൾപ്പെടെ എല്ലാവരും വാങ്ങിച്ചു തരാം, നമ്മൾ ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതിയെന്ന്. പക്ഷെ നമുക്ക് കിട്ടിയ പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആദ്യം ഹാമ്പർ എടുക്കാനും നമ്മളെ വിളിച്ചിട്ടാണ് പോയത്. പിന്നെ ബാക്കി എനിക്ക് തോന്നുന്നു നട്ട്സും ഡ്രസ്സും ഒക്കെ ഒഴിച്ച് ബാക്കി ഓൾമോസ്റ്റ് ഹാമ്പറിന് വേണ്ട ബാക്കി എല്ലാ സാധനങ്ങളും ഞാൻ തന്നെ പോയി പർച്ചേസ് ചെയ്യേണ്ടി വന്നു. അത് നല്ല നല്ല അടിപൊളി ഒരു പണിയായിട്ട് എനിക്ക് തോന്നി. പിന്നെ അതായത് നമുക്ക് ഹാമ്പറിനകത്ത് ഉണ്ടായിരുന്നതാണ് ഈ 6 പീസ് വരുന്ന മിനി ബോങ്കറ്റ്. അത് പിള്ളേർക്ക് കൊടുക്കാനായിട്ട് അവർക്ക് 6 പീസ് വേണമെന്ന് പറഞ്ഞാൽ അവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇന്നലെ രാത്രി തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ എനിക്കപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് ശരിക്കും എനിക്കപ്പോൾ വീഡിയോ എടുക്കാനുള്ള മൂഡൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇത് ചപ്പൽ വെക്കാനുള്ള ഒരു ഇതാണ്. അപ്പൊ ചപ്പൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഡെക്കറേറ്റ് ചെയ്യണം. ഹാമ്പറും ഫ്ലവേഴ്സ് മീൻസ് നെറ്റും ഫ്ലവേഴ്സും ഒക്കെ വെച്ചിട്ട് ഈ ഹാമ്പർ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. ഇതൊക്കെ നമുക്ക് പണി കിടക്കുന്നതാണ്. ഇത് പെണ്ണിന്റെ ഡ്രസ്സും പിന്നെ കുറച്ച് ഓർണമെന്റ്സ്, അതായത് അന്ന് ചേഞ്ച് ചെയ്യാനുള്ള ഓർണമെന്റ്സും ഡ്രസ്സും ഒക്കെ സെപ്പറേറ്റ് ഒരു ഹാമ്പർ വേണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും നമ്മൾ ഇന്നലെ രാത്രി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാം പിറ്റേ ദിവസത്തേക്ക് വെച്ചാൽ നമുക്ക് തീരത്തില്ലല്ലോ. അങ്ങനെ നൈറ്റ് നമുക്ക് പറ്റുന്നതൊക്കെ ഒരു 12:30 1 മണി വരെ ഇരുന്ന് നമ്മൾ പറ്റുന്ന മാക്സിമം വർക്കൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ ബാക്കി നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് ചോക്ലേറ്റും നട്ട്സും എല്ലാം എടുത്ത് വെച്ചിരിക്കുക. ഈ ഒരു ചെറിയ ഹാമ്പറിനകത്ത് നമുക്ക് കിറ്റ്കാറ്റും ടോബ്ലറോടും ആണ് ഫില്ല് ചെയ്യാൻ വരുന്നത്. അപ്പൊ എല്ലാം നമ്മളിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമുക്ക് ടൈം ലിമിറ്റ് വളരെ കുറവാണ്, കാരണം പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ എത്തിയപ്പോഴത്തേക്കും തന്നെ നല്ല രീതിയിൽ നമുക്ക് ടൈം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ ഇത് എല്ലാം പെട്ടെന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതുകൊണ്ടാണ് പിന്നെ വീഡിയോ എടുക്കാനും എനിക്ക് പറ്റാഞ്ഞത് തുടക്കം തൊട്ടേ. കസ്റ്റമർ നമുക്കൊരു റെഫറൻസ് പിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. കസ്റ്റമറിന് ഒത്തിരി വലിപ്പം വേണ്ട എന്നൊരു ഡിമാൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു മിനിമലൈസ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതായിരുന്നു നമ്മുടെ ഹാമ്പേഴ്സിൽ നമ്മുടെ മെയിൻ ഹാമ്പർ വരുന്നത്. അതായത് ബ്രൈഡിന് അന്നത്തെ ദിവസം ചേഞ്ച് ചെയ്യേണ്ട ഡ്രസ്സും അതുപോലെ തന്നെ അതിന്റെ അക്സസറീസും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു നമ്മൾ ഈ ഹാമ്പറിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുള്ളിൽ നമുക്ക് കുറച്ചുകൂടെ സ്പേസ് ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ ഫ്ലവേഴ്സും നെറ്റൊക്കെ വെച്ച് അതിനുള്ളിലും കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ സാൻഡൽസ് വെക്കാനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഹാമ്പറാണ്. ഇത് കണ്ടപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി നമ്മൾ പർച്ചേസ് ചെയ്തതാണ്. നമ്മൾ എടുത്ത പാറ്റേൺസിൽ നിന്നെല്ലാം കുറച്ച് ഡിഫറെന്റ് ആയിട്ട് നിന്നൊരു പാറ്റേൺ ഇതായിരുന്നു. അങ്ങനെ ഇത് നമ്മൾ ചൂസ് ചെയ്തത് സാൻഡൽസ് വെക്കാനായിട്ട്. അപ്പൊ ജസ്റ്റ് നമ്മൾ നെറ്റിട്ട് റാപ്പ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളേ. ഇതിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ബ്രൈഡിന് നമ്മൾ കൊടുക്കുന്ന ഇയറിംഗ്സ് ആയിരുന്നു. അപ്പൊ ഇയറിംഗ്സ് മാത്രമായിട്ട് സെപ്പറേറ്റ് ഒരു ഹാമ്പറിൽ വേണമെന്നുള്ളത് നമ്മുടെ കസ്റ്റമറിന്റെ ഡിമാൻഡ് ആയിരുന്നു. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ സെപ്പറേറ്റ് ഒരു ഹാമ്പറിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പം ഇയറിംഗ്സും ഒരു 4 റിംഗ്സ് അതിനകത്ത് വരുന്നത്. ഈ ഹാമ്പറിൽ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ആയിരുന്നു നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന് ടോട്ടൽ 4 പാർട്ടീഷൻസ് ആണ് വന്നത്. അതിൽ 2 പാർട്ടീഷനിൽ നമ്മൾ നട്ട്സും 2 ഡ്രൈ ഫ്രൂട്ട്സും ആണ് കൊടുത്തിരുന്നത്. കാഷ്യൂം ബദാമും അതുപോലെ തന്നെ കിവിയും പിന്നെ ഒരു ഫ്രൂട്ട് ഉണ്ടായിരുന്നു. അത് എന്ത് ഫ്രൂട്ട് ആണെന്ന് സത്യത്തിൽ എനിക്ക് പേരറിഞ്ഞൂടാ. അതായിരുന്നു നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഹാമ്പറിനകത്ത് നമ്മൾ ബ്രൈഡിന് വേണ്ട കോസ്മെറ്റിക്സ് ആയിരുന്നു ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഷവർ ജെല്ല്, പെർഫ്യൂം, കോംബ്, ഹെയർ ബാൻഡ്, അങ്ങനെ കുറച്ച് സാധനങ്ങളും കൂടെ നമ്മൾ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ചെറിയ ഹാമ്പറിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ചോക്ലേറ്റ്സ് ആയിരുന്നേ. ചോക്ലേറ്റ് കൊണ്ട് ഫുള്ള് നമ്മൾ ഫില്ല് ചെയ്തിരിക്കുകയായിരുന്നു ഈ ഹാമ്പർ. നമ്മൾ ടോട്ടൽ 2 ഹാമ്പേഴ്സ് ആയിരുന്നു ചോക്ലേറ്റ് ഫില്ല് ചെയ്യാൻ എടുത്തത്. ഈ സ്ക്വയറും പിന്നെ ഒരു റൗണ്ട് ഷേപ്പും ആയിരുന്നു. അപ്പൊ ഇതിൽ നമ്മൾ കിറ്റ്കാറ്റും ഒരു ടോബ്ലറോണും വെച്ചിട്ടായിരുന്നു ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. രണ്ടും കസ്റ്റമർ തന്നെ സെലക്ട് ചെയ്ത ഹാമ്പേഴ്സ് ആയിരുന്നു. അപ്പൊ ഓക്കെ, ബൈ.